ഡിയർ ഫ്രണ്ട്സ്, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബേഴ്സ് 1000 കടന്നിരിക്കുകയാണ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സി മീഡിയയുടെ നന്ദി അറിയിക്കുന്നു. ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ എത്രയും വേഗം സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തന്നെ അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി അമർത്തൂ. എങ്കിൽ മാത്രമേ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അതാത് സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. ക്ലാസുകൾ ഉപകാരപ്പെടുന്നു എന്നറിഞ്ഞതിൽ വളരെ സന്തോഷം. എല്ലാവർക്കും സി മീഡിയയുടെ വിജയാശംസകൾ. സഹകരണ പരീക്ഷയിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട വർഷങ്ങൾ ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കേരളത്തിൽ ത്രിതല സംവിധാനം ആരംഭിച്ച വർഷം 1958. 1958 ആണ് കേരളത്തിൽ ത്രിതല സംവിധാനം ആരംഭിച്ച വർഷം. കേരള സംസ്ഥാന സഹകരണ നിയമം നിലവിൽ വന്ന വർഷം 1969. 1969 ആണ് കേരള സംസ്ഥാന സഹകരണ നിയമം നിലവിൽ വന്ന വർഷം. നിക്ഷേപ സമാഹരണം ആരംഭിച്ച വർഷം 1976. 1976 ആണ് നിക്ഷേപ സമാഹരണം ആരംഭിച്ച വർഷം. NCDC ആക്ട് പാസാക്കിയ വർഷം. NCDC നാഷണൽ കോഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ. NCDC ആക്ട് പാസാക്കിയ വർഷം 1962. 1962 ആണ് NCDC ആക്ട് പാസാക്കിയ വർഷം. NCDC രൂപീകരിച്ചത് 1963. 1963 ആണ് NCDC രൂപീകരിച്ച വർഷം. NCDC ആക്ട് ഭേദഗതി ചെയ്ത വർഷം 1975. 1975 ആണ് NCDC ആക്ട് ഭേദഗതി ചെയ്ത വർഷം. ICDP ഇന്റഗ്രേറ്റഡ് കോഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് പ്രോജക്റ്റ്. ICDP ഇന്റഗ്രേറ്റഡ് കോഓപ്പറേറ്റീവ് ഡെവലപ്മെന്റ് പ്രോജക്റ്റ് ആരംഭിച്ച വർഷം 1985 മുതൽ 1986 വരെയുള്ള കാലഘട്ടം. ICDP ആരംഭിച്ച വർഷം 1985 മുതൽ 1986 വരെയുള്ള കാലഘട്ടം. NDDB നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ്. NDDB രൂപം നൽകിയ വർഷം 1965. NDDB രൂപം നൽകിയ വർഷം 1965. ധവള വിപ്ലവം ഒന്നാം ഘട്ടം 1970 മുതൽ 1979 വരെ. ധവള വിപ്ലവം ഒന്നാം ഘട്ടം 1970 മുതൽ 1979 വരെ. ധവള വിപ്ലവം രണ്ടാം ഘട്ടം 1980 മുതൽ 1985 വരെ. ധവള വിപ്ലവം രണ്ടാം ഘട്ടം 1980 മുതൽ 1985 വരെ. മിൽമ രജിസ്റ്റർ ചെയ്ത വർഷം 1980 ഫെബ്രുവരി 21. 1980 ഫെബ്രുവരി 21 മിൽമ രജിസ്റ്റർ ചെയ്ത വർഷം. ഹാൻഡെക്സ് രൂപീകരിച്ച വർഷം 1961. 1961 ഹാൻഡെക്സ് രൂപീകരിച്ച വർഷം. കൈത്തറി ഭവൻ ആരംഭിച്ച വർഷം 1987.
1987 കൈത്തറി ഭവൻ ആരംഭിച്ച വർഷം. കേരള സംസ്ഥാന കരകൗശല സഹകരണ സംഘം രൂപീകരിച്ചത് 1964. കേരള സംസ്ഥാന കരകൗശല സഹകരണ സംഘം രൂപീകരിച്ചത് 1964. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം SPCS രൂപീകരിച്ചത് 1945. സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം SPCS രൂപീകരിച്ചത് 1945. വനിതാ ഫെഡ് രൂപീകരിച്ച വർഷം 2002. 2002 വനിതാ ഫെഡ് രൂപീകരിച്ച വർഷം. വനിതാ ഫെഡ് പ്രവർത്തനം ആരംഭിച്ച വർഷം 2003. 2003 വനിതാ ഫെഡ് പ്രവർത്തനം ആരംഭിച്ച വർഷം. ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ആരംഭിച്ചത് 1883. 1883 ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ആരംഭിച്ചത്. ക്ഷീര വികസന വകുപ്പ് രൂപീകരിച്ച വർഷം 1962. ക്ഷീര വികസന വകുപ്പ് രൂപീകരിച്ച വർഷം 1962. SC/ST ഫെഡറേഷൻ രജിസ്റ്റർ ചെയ്ത വർഷം 1981. 1981 SC/ST ഫെഡറേഷൻ രജിസ്റ്റർ ചെയ്ത വർഷം. കയർ ഫെഡ് രൂപീകരിച്ച വർഷം 1979. 1979 കയർ ഫെഡ് രൂപീകരിച്ച വർഷം. റെപ്കോ ആരംഭിച്ച വർഷം 1997. 1997 റെപ്കോ ആരംഭിച്ച വർഷം. നബാർഡ് പ്രവർത്തനം ആരംഭിച്ച വർഷം 1982. 1982 നബാർഡ് പ്രവർത്തനം ആരംഭിച്ച വർഷം. BR ആക്ട് നിലവിൽ വന്നത് 1949. 1949 BR ആക്ട് നിലവിൽ വന്നത്. സഹകരണ മേഖലയിൽ സ്പിന്നിംഗ് മിൽ ആരംഭിച്ച വർഷം 1951. 1951 സഹകരണ മേഖലയിൽ സ്പിന്നിംഗ് മിൽ ആരംഭിച്ച വർഷം. കേര ഫെഡ് രൂപീകരിച്ച വർഷം 1987. 1987 കേര ഫെഡ് രൂപീകരിച്ച വർഷം. റോയൽ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1928. 1928 റോയൽ കമ്മീഷൻ നിലവിൽ വന്ന വർഷം. കേരള ദിനേശ് BD വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി നിലവിൽ വന്നത് 1969. 1969 കേരള ദിനേശ് BD വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി നിലവിൽ വന്നത്. മാർക്കറ്റ് ഫെഡ് പ്രവർത്തനം ആരംഭിച്ചത് 1942. 1942 മാർക്കറ്റ് ഫെഡ് പ്രവർത്തനം ആരംഭിച്ചത്. ടെക്സ്റ്റ് ഫെഡ് ആരംഭിച്ചത് 1992. 1992 ടെക്സ്റ്റ് ഫെഡ് ആരംഭിച്ചത്. മത്സ്യ ഫെഡ് രൂപീകരിച്ചത് 1984. 1984 മത്സ്യ ഫെഡ് രൂപീകരിച്ചത്. റബ്ബർ മാർഗ് പ്രവർത്തനം ആരംഭിച്ചത് 1971. 1971 റബ്ബർ മാർഗ് പ്രവർത്തനം ആരംഭിച്ചത്. വൺ ടൈം സെറ്റിൽമെന്റ് OTS ആവിഷ്കരിച്ചത് 2001 സെപ്റ്റംബർ 1. 2001 സെപ്റ്റംബർ 1 വൺ ടൈം സെറ്റിൽമെന്റ് OTS ആവിഷ്കരിച്ചത്.
കോഓപ്പറേഷൻ ഇൻ വേൾഡ് 1844. കോഓപ്പറേഷൻ ഇൻ വേൾഡ് ആരംഭിച്ചത് 1844. കോഓപ്പറേഷൻ ഇൻ ഇന്ത്യ 1904. കോഓപ്പറേഷൻ ഇൻ കേരള 1969. 1969 കോഓപ്പറേഷൻ ഇൻ കേരള. ഇന്ത്യൻ കമ്പനീസ് ആക്ട് 1956. ഇന്ത്യൻ കമ്പനീസ് ആക്ട് നിലവിൽ വന്നത് 1956. റോബർട്ട് ഓവൻ ജനിച്ചത് 1771. 1771 റോബർട്ട് ഓവൻ ജനിച്ചത്. ഫ്രണ്ട്ലി സൊസൈറ്റി ആക്ട് 1793. 1793 ഫ്രണ്ട്ലി സൊസൈറ്റി ആക്ട് നിലവിൽ വന്നത്. ഡോക്ടർ വില്യം കിങ്ങിന്റെ ജനനം 1786. 1786 ഡോക്ടർ വില്യം കിങ്ങിന്റെ ജനനം. ഇൻഡസ്ട്രിയൽ പ്രൊവിഡൻസ് ആക്ട് നിലവിൽ വന്നത് 1852. 1852 ഇൻഡസ്ട്രിയൽ പ്രൊവിഡൻസ് ആക്ട് നിലവിൽ വന്നത്. തിരുവിതാംകൂർ സഹകരണ നിയമം ആരംഭിച്ചത് 1914. 1914 തിരുവിതാംകൂർ സഹകരണ നിയമം ആരംഭിച്ചത്. മദ്രാസ് സഹകരണ നിയമം 1932. മദ്രാസ് സഹകരണ നിയമം ആരംഭിച്ചു 1932. തിരു-കൊച്ചി സഹകരണ നിയമം 1951. 1951 തിരു-കൊച്ചി സഹകരണ നിയമം ആരംഭിച്ചത്. ഭൂപരിഷ്കരണ നിയമം 1969. 1969 ഭൂപരിഷ്കരണ നിയമം. ഇന്ത്യയിലെ രണ്ടാം സഹകരണ നിയമം ആരംഭിച്ചത് 1912. 1912 ഇന്ത്യയിലെ രണ്ടാം സഹകരണ നിയമം ആരംഭിച്ചത്. ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി നിലവിൽ വന്നത് 1951. 1951 ഓൾ ഇന്ത്യ റൂറൽ ക്രെഡിറ്റ് സർവേ കമ്മിറ്റി നിലവിൽ വന്നത്. ദേശീയ സഹകരണ യൂണിയൻ ആരംഭിച്ചത് 1961. ദേശീയ സഹകരണ യൂണിയൻ ആരംഭിച്ചത് 1961. സംസ്ഥാന സഹകരണ യൂണിയൻ നിലവിൽ വന്നത് 1970 നവംബർ 21. 1970 നവംബർ 21 സംസ്ഥാന സഹകരണ യൂണിയൻ നിലവിൽ വന്നത്. അംഗവിദ്യാഭ്യാസ പരിപാടി ആരംഭിച്ചത് 1957. 1957 അംഗവിദ്യാഭ്യാസ പരിപാടി ആരംഭിച്ചത്.